ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ. ഹൈസ. പായിപ്ര സ്വദേശിയായ റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ എഴുതിയ ഒരു CIDയുടെ ഡയറി കുറിപ്പുകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. മൂവാറ്റുപുഴ DYSP PM ബൈജു ആണ് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചത്. പേഴിക്കാപ്പള്ളി സ്വദേശിയായ റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ സലിം കുന്നപ്പള്ളി എഴുതിയ ഒരു CIDയുടെ ഡയറി കുറിപ്പുകൾ എന്ന പുസ്തകം മൂവാറ്റുപുഴയിൽ പ്രകാശനം ചെയ്തു. മൂവാറ്റുപുഴ DYSP ഓഫീസിൽ നടന്ന ചടങ്ങിൽ DYSP ബൈജു PM പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ ശ്രീ സലീം KS സലീം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറാണ് ഇത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ സലീം കുന്നപ്പള്ളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ രീതിയിലാണ് പുസ്തകം പ്രകാശനം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹം 30 വർഷത്തോളം കേരള പോലീസിൻ്റെ വിവിധ തസ്തികകളിൽ, അത് കോൺസ്റ്റബിൾ മുതൽ SI വരെയുള്ള വിവിധ തസ്തികകളിൽ വിവിധ വിഭാഗങ്ങളിൽ, അതായത് ക്രൈം ബ്രാഞ്ചുണ്ട്, ലോക്കൽ പോലീസുണ്ട്, അതുപോലെ ഇൻ്റലിജൻസ് വിഭാഗങ്ങളിലും ഒക്കെ വർക്ക് ചെയ്തിട്ടാണ് വിരമിച്ചിരിക്കുന്നത്. സർവീസിലെ ഏറ്റവും നല്ല ഒരു കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. യാതൊരുവിധ പരാമർശങ്ങൾക്കോ അല്ലെങ്കിൽ വിമർശനങ്ങൾക്കോ ഒന്നും ഇടവരാതെയാണ് അദ്ദേഹം സർവീസ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകം ഞാനൊന്ന് വായിച്ചതിൽ മനസ്സിലായത്, പോലീസിൽ അദ്ദേഹം ഒരു ട്രെയിനിയായി 85 കാലഘട്ടത്തിൽ ട്രെയിനിയായി ചേർന്ന മുതൽ ഓരോ ഘട്ടത്തിലുമുള്ള അദ്ദേഹത്തിൻ്റെ ജോലിയിലുള്ള അനുഭവങ്ങൾ, ട്രെയിനിങ് ബിഡിലെ അനുഭവങ്ങൾ, അതുപോലെ മറ്റ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള അനുഭവങ്ങൾ, അതുപോലെ കേസ് അന്വേഷണം, പോലീസിൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യങ്ങൾ നമുക്കറിയാം. കേസ് അന്വേഷണം, കുറ്റകൃത്യം തടയുക, എന്തെങ്കിലും കുറ്റകൃത്യം സംഭവിച്ചത് അന്വേഷിക്കുക, ക്രമസമാധാന പാലനം. അപ്പോൾ ഈ 3 രംഗങ്ങളിലും ഉള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി CK ഉണ്ണി പുസ്തകം ഏറ്റുവാങ്ങി. അത് ഏകദേശം ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ ആ പുസ്തകത്തിൽ ഭാവി കുറ്റാന്വേഷകർക്ക് ശ്രീ KS സലീമിൻ്റെ ബുദ്ധിപരമായ കുറ്റാന്വേഷണ രീതികൾ മനസ്സിലാക്കുവാനും അത് അവർക്ക് പ്രാവർത്തികമാക്കുവാനും കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ശ്രീ PC കുഞ്ഞുവിന് പുസ്തകം എഴുതിയിട്ടുണ്ട്. അന്തരിച്ച ശ്രീ ജോർജ് ഫ്രാൻസിസ് സാറ് പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം വരുന്ന ഭാവിയിലെ അന്വേഷകർക്ക് മുതൽക്കൂട്ടായി മാറും. അത്തരത്തിൽ ശ്രീ KS സലീമിൻ്റെ പുസ്തകവും ഭാവി കുറ്റാന്വേഷകർക്ക്, അതിൻ്റെ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായി മാറട്ടെ. ഒരു പ്രവർത്തിക്കാൻ ആവശ്യമായ ഇന്ധനം ഈ പുസ്തകത്തിൽ നിന്നും ലഭ്യമാകട്ടെ എന്ന് അറിയിക്കുകയും 1985 മുതൽ 2015 വരെ പോലീസ് ഉദ്യോഗസ്ഥനായി ജോലി ചെയ്ത സലീം തന്റെ അനുഭവങ്ങളാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. 146 വിവിധ കഥാസംഭവ വികാസങ്ങളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്കൂൾ കാലഘട്ടം മുതലുണ്ടായ അനുഭവങ്ങളും പോലീസിലെത്തിയതിനു ശേഷമുണ്ടായ അനുഭവങ്ങളും പോലീസ് ജോലി ചെയ്തിരുന്ന കാലയളവിലുണ്ടായ അനുഭവങ്ങളുമെല്ലാം പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുസ്തകത്തിന്റെ കവർ ഡിസൈൻ ചെയ്തിരിക്കുന്നതും സലിം കുന്നപ്പള്ളി തന്നെയാണ്. രസകരവും ആകാംക്ഷയും നിറഞ്ഞ നിരവധി സംഭവ വികാസങ്ങളാണ് സലീമിന്റെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വക പുസ്തകങ്ങളൊക്കെ സമൂഹത്തിലേക്ക് ഒഴിക്കുമ്പോൾ ഈ കാക്കിക്കുള്ളിൽ പൗരന്മാർ മാത്രമല്ല, മനുഷ്യഹൃദയവും കലാഹൃദയവും സാഹിത്യവും ഒക്കെ ഉണ്ട്. പണ്ട് ശ്രീനിവാസന്റെ ഒരു സിനിമയിൽ തന്നെ പറയുന്ന കാക്കിക്കുള്ളിൽ ഒരു കലാഹൃദയമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ആ കലാഹൃദയവും. ഞാനും 2 പുസ്തകം പ്രകാശനം ചെയ്തിട്ടുണ്ട്, 2 കവിതാ സമാഹാരങ്ങൾ. പോലീസ് സ്റ്റോറിയിൽ സലീമിനെ പോലെയൊന്നും എനിക്ക് സർവീസിൽ വലിയ അനുഭവങ്ങളൊന്നുമില്ല. ഒതുങ്ങിക്കൂടി സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് റിട്ടയർ ചെയ്ത് PRS എടുത്ത് പോകുന്ന ആളാണ് ഞാൻ. അപ്പോൾ സലീമിനെ സംബന്ധിച്ചിടത്തോളം അന്നും വളരെ മതിപ്പോടുകൂടി തന്നെ ഞാൻ കാണാറുള്ളൂ. കാരണം പുള്ളിയുടെ ഈ ഒരു കാര്യത്തെ പറ്റിയുള്ള ഒരു തീഷ്ണത, ഉത്കണ്ഠ, അതിപ്പോൾ ഈ സർവീസ് പ്രവർത്തനത്തിലുമുണ്ട്. ഈ സ്ഥാനം വഹിക്കുന്ന ഇപ്പോഴും ആ ജീവിതത്തിൽ, റിട്ടയർമെൻറ്റ് ജീവിതത്തിലാണെങ്കിൽ പോലും ഇപ്പോഴും അസോസിയേഷൻ്റെ പ്രവർത്തനത്തിൽ പോലും നല്ല രീതിയിലുള്ളൊരു ഉത്സാഹം സലീമിനുണ്ട്. പിന്നെ കവി മുരളീധരൻ, പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി രഘുനാഥൻ നായർ, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മുഹമ്മദ് ഷാ, KS അലി, സാബിയ BV എന്നിവർ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.